ലഹരിക്കടിമപ്പെട്ട മകൻ പിതാവിനെ കൊല്ലുകയും കഴുത്ത് ഞെരിച്ച് കൊന്ന് പിതാവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത വാർത്തയും നമ്മൾ വായിക്കുകയുണ്ടായി. വിദേശത്ത് നിന്ന് മകൻ്റെ പരിധിവിട്ട ലഹരി ഉപയോഗം നിർത്താനും മകൻ്റെ കൂടെ നിൽക്കാനും വേണ്ടി പിതാവ് കൊണ്ടുപോയതാണ്. ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ ആ പിതാവിനെ തന്നെ കൊന്ന് കണ്ണ് ചൂഴ്ന്നെടുത്തു. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പല നിരത്തിലുള്ള അരാജക പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് നമ്മൾ കേട്ടത് കാമുകനെ വിഷം കലർത്തി കൊന്നു, മുമ്പ് സംഭവിച്ചതാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി തൂക്കുകയറിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ മിനിറ്റിലും ഭയപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മക്കളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമ നുകർന്നു കൊടുക്കുന്ന, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെതിരെ കൊലവിളി നടത്തുന്ന മക്കൾ. ചർച്ച ചെയ്തു പോവുകയല്ലാതെ എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ പരിഹാരമായിട്ട് വരും. എന്താ പോലെ പരിഹാരം? കുറേ ഷോർട്ട് ഫിലിമുകളും റീൽസുകളും, എന്നിട്ട് അതിൽ അഭിനയിക്കുകയാണ്. മുസ്ലിം മാതാവിനെയാണല്ലോ കൊന്നത് എന്നുള്ള നിലക്ക് കുറേ മുസ്ലിം ഉമ്മമാരും ഇത്താത്തമാരും ഷോർട്സ് ഫിലിമായിട്ട് ഇറങ്ങിക്കുകയാണ്. നമുക്ക് ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് തലമറച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം ഒരു ഫിലിം ഇറക്കലാണ്, ഒരു ഷോർട്സ് ഉണ്ടാക്കലാണ്, എന്നിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ 10,000 കാണുക, അവരുടെ ശരീരവും അവരുടെ മേനിയഴകും. ഒരു പ്രശ്നത്തിന് പരിഹാരം മറ്റനേകം പ്രശ്നങ്ങൾ. ഇങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്നത്. മറ്റുള്ള ആളുകളാണെങ്കിൽ പോട്ടെ, നമ്മുടെ ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. 10ഉം 15ഉം ഇത്താത്തമാരിന്ന് അഭിനയിച്ച് തീർക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. മോൻ്റെ ലഹരി, മോളുടെ ലഹരി, കൗമാരത്തിൻ്റെ ലഹരി മാറ്റാൻ വേണ്ടി ഇവർ ഇറങ്ങിക്കുകയാണ് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലേക്ക്. സഹോദരന്മാരെ, തൊലിപ്പുറത്താണ് പലപ്പോഴും ചികിത്സ. പ്രശ്നത്തിൻ്റെ അടിവേരെന്താണ്, നാരായ വേരെന്താണ്, അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ചർച്ചയില്ല. ഇങ്ങനെയൊക്കെ ലഹരിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് സമ്പത്തുണ്ടാക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റുകൾ, കോടിക്കണക്കിന് രൂപ, ഒരു ഓണം വന്നാൽ, വിഷു വന്നാൽ, ന്യൂ ഇയർ വന്നാൽ കോടിക്കണക്കിന് സമ്പാദിച്ച സമ്പത്തിൻ്റെ കണക്കാണ് ഇന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. കള്ളിൻ്റെ പോഷകമൂല്യങ്ങൾ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ, നമ്മുടെ നാടിൻ്റെ വെള്ളവും അതിൻ്റെ വസ്തുക്കളൊക്കെ വലിയ വലിയ കള്ള് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എല്ലാവരും കണക്കാണ്. കോടികൾ ഉണ്ടാക്കുകയാണ്, എന്നാൽ കൊക്കോടികളുടെ നഷ്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊക്കോടികളുടെ നഷ്ടം. ഈ കള്ളിൽ കുടുംബം തകരുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തകർക്കപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ലഹരിയുടെ പേരിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് കിട്ടിയ ലാഭത്തിന്റെ കണക്ക് പറയാണ്, കള്ള് വിറ്റ് കിട്ടിയ കണക്ക്, ലാഭത്തിന്റെ കണക്ക്. ആ കണക്കിന്റെ 10 കോടി അധികം ചെലവഴിച്ചാൽ പോലും സമൂഹത്തിൽ ഉണ്ടാകുന്ന പരിക്ക് നമുക്ക് നികത്താൻ പറ്റൂല. എന്താണ് നമ്മുടെ ആളുകൾ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതിനൊക്കെ പരിഹാരം എന്താണ്? ലോകത്ത് പരിഹാരം ഇതിന് ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് പരിഹാരമുണ്ടായിട്ടുണ്ട്. എന്താ പരിഹാരം? അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കേൾക്കുക, മുത്തുനബിയുടെ സാരോപദേശങ്ങൾ കേൾക്കുക. കള്ളിലും പെണ്ണിലും തോന്നിവാസങ്ങളിലും യുദ്ധത്തിലും ഹറാമുകളിലും പിടിച്ചുപറയലും ലോകം കണ്ട ഏറ്റവും വലിയ എല്ലാ തോന്നിവാസങ്ങളിലും നന്മയുടെ ഒരു പൊൻ വെട്ടം പോലുമില്ലാത്ത ജാഹിലിയ അറബികളിലേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ഷോർട്ട് ഫിലിം ഇറക്കല്ല ചെയ്തത്. അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുത്തു, പരലോകബോധം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബി വന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹിന്റെ ആയത്ത് കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ ഫിൽട്ടർ ചെയ്തെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ, അവർക്ക് ആയത്ത് ഓതി കൊടുത്തു. വൽ ഹിക്മത, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. സാരോപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ ചൊല്ലിക്കൊടുത്തു. ആര്? മുത്തുനബി. ആർക്ക്? ഏറ്റവും വലിയ തോന്നിയവാസികളായ ആളുകൾക്ക്.
അവർ മാറി. കള്ള് ഹറാമാണ് എന്ന ആയത്തിറങ്ങിയപ്പോൾ കള്ള് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ വിരല് വായിലിട്ട് അണ്ണാക്കിലിട്ട് ഛർദിച്ച്, എന്നാൽ കുടിച്ചുകണല്ലോ, വയറ്റത്തേക്ക് എത്തിയെന്നതിന്റെ മുമ്പുള്ളതെങ്കിലും ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. വായിൽ കൈയിട്ട് ഉള്ളത് ഛർദിച്ച ചരിത്രം ബാലരമക്കഥയല്ല, കെട്ടുകഥയല്ല, അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല. മുന്തിയ കള്ള്, മദീനയിൽ മുന്തിയ കള്ളിന്റെ പുഴ ഒഴുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുറവ ഒഴുകി എന്ന് പറഞ്ഞാൽ നല്ല നല്ല അബ്കാരി കോൺട്രാക്ടർമാരായ ആളുകൾ, കള്ള് കച്ചവടക്കാരായ ആളുകൾ ആയത്തിറങ്ങിയിട്ടുണ്ട്. അള്ളാഹ് ചോദിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ എന്താ കൂട്ടരെ വിരമിക്കാത്തത്? ഇത് നിങ്ങൾക്ക് വിജയമില്ല, പരാജയമാണ് സമ്മാനിക്കുന്നത്. ഇത് നിങ്ങളുടെ തകർച്ചയാണ് സമ്മാനിക്കുന്നത്. രണ്ട് ലോകത്തും തകർച്ചയാണെന്ന് നമ്മുടെ റബ്ബ് പറയുന്നു, മുത്ത് ഹബീബ് പറയുന്നെന്ന് പറഞ്ഞപ്പോൾ കള്ളിന്റെ വീപ്പക്കുറ്റികൾ അടിച്ചു പൊളിച്ച് വായിൽ കൈയിട്ട് ഛർദിച്ച് ഇൻതഹൈനായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകർ ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചരിത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് മടങ്ങണം. അതല്ലാതെ ഒരു പരിപാടിയില്ല സഹോദരന്മാരെ, രാഷ്ട്രീയക്കാരെ, സമുദായ നേതാക്കന്മാരെ, ഇതല്ലാത്തൊരു പരിഹാരമില്ല. നാട് നശിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രശ്നം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപയോഗവും കൊലപാതകങ്ങളും സമൂഹത്തെ തകർക്കുന്ന കാര്യങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു കാരണം നമ്മുടെ കല എന്ന സംസ്കാരത്തിന്റെ ഉത്തുംഗതയായി, ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും മേന്മയായ കലയായി പഠിപ്പിക്കുന്ന സിനിമകളാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കുകയാണ് സിനിമാ സംവിധാനങ്ങൾ. ഏറ്റവും നല്ല വ്യത്യസ്തങ്ങളായ ലഹരി വസ്തുക്കൾ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ജനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, അതേപോലെ തന്നെ ആളുകളിലേക്ക് ഏറ്റവും നല്ല നെറ്റ്വർക്കുകളിലൂടെ എങ്ങനെ എത്തിക്കാം എന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന നമ്മുടെ സിനിമ എന്ന മാധ്യമം നമ്മുടെ കൗമാരക്കാരന്മാർക്കും കൗമാരക്കാരികൾക്കും നമ്മുടെ യുവാക്കൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ലഹരി വസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന, അതിന്റെ ഉപയോഗം പഠിപ്പിച്ചു കൊടുക്കുന്ന സിനിമ എന്ന സംവിധാനം എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് സ്ക്രീൻ ചെയ്യാൻ ആളില്ല. നായകന്മാരും നായികമാരും ഉപയോഗിച്ച് കുടിച്ച് തീർക്കുകയാണ്. നല്ല നല്ല ബ്രാൻഡുകൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേവലം ഒരു കലയുടെ സ്പിരിറ്റിലല്ല ആളുകൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നായകന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവില്ല, അസോസിയേഷനുകൾ ഉണ്ടാവുന്ന പ്രശ്നമില്ല. ഇത് അതുപോലെ ഒപ്പിയെടുക്കുകയാണ്. ഭർത്താവിനെ എങ്ങനെ ചതിക്കാം, ഭാര്യയെ എങ്ങനെ ചതിക്കാം, ഭാര്യ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സിനിമകളിലൂടെ. ഏറ്റവും നല്ല രീതിയിൽ കവർച്ച എങ്ങനെ നടത്താം, ബാങ്ക് എങ്ങനെ നടത്താം, എങ്ങനെ ഒരു മനുഷ്യനെ ഏറ്റവും ശാസ്ത്രീയമായി കൊല്ലാം, തെളിവെങ്ങനെ നശിപ്പിക്കാം കാണിച്ചു കൊടുക്കുകയാണ്. പ്രേമത്തിന്റെ പേര് പറഞ്ഞ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എങ്ങനെ ചതിക്കാം, അവരെ കണ്ണീര് കുടിപ്പിക്കാം, അവരെങ്ങനെ ഹൃദയം പൊട്ടി കൊലപ്പെടുത്താം. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി മറ്റുള്ളവന്റെ കൂടെ മാതാപിതാക്കളെ ധിക്കരിച്ചു പോകുന്ന നായികമാർ, അത് ഹീറോയിസമായി കാണുന്നവർ, എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ആഭാസത്തോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ അർദ്ധനഗ്നകളായിക്കൊണ്ട് അഴിഞ്ഞാടി നടക്കാം എന്ന് പഠിപ്പിക്കുന്ന ഈ സിനിമ എന്ന മാധ്യമം. ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെയാണ് എടുക്കുന്ന സഹോദരന്മാരെ. ഇത് നോർമലായി മതപണ്ഡിതന്മാർ പോലും പ്രൊമോട്ട് ചെയ്യുന്നു. പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല. എവിടെയാണ് പ്രശ്നത്തിന്റെ കാതിൽ കിടക്കുന്നത് എന്നറിയുന്നില്ല. ഒരു സമൂഹത്തെയും ഒരു നാടിനെയും സംസ്കാരത്തെയും എല്ലാം കുട്ടിച്ചോറാക്കുന്ന ഈ സിനിമ എന്ന മാധ്യമം. വിവാഹം വേണ്ട, ആണും പെണ്ണും ഒരുപോലെയാണ്. പ്രത്യേകിച്ച് അവർക്കിടയിൽ മറയില്ല, വിലക്കുകളില്ല, എല്ലാം ഒരുപോലെ. അതിന്റെ പേരിൽ റാപ്പുകൾ നടത്തപ്പെടുന്നു, പെൺകുട്ടികൾ പിച്ചി ചീന്തപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ സഹോദരന്മാരെ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നു. സ്വർഗരതിയും തോന്നിവാസങ്ങളും ആവാസങ്ങളും എല്ലാം. ഇതാരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് വളരെ സുന്ദരമായി കൊണ്ട് നമ്മുടെ യുവാക്കളിലേക്കും അതേപോലെ തന്നെ കൗമാരക്കാരിലേക്കും നമ്മുടെ മക്കളിലേക്ക് പോലും ഇത് എത്തിക്കുകയാണ്. ഈ പറയപ്പെട്ട
ആഭാസങ്ങളുടെയും അപകടങ്ങളുടെയും അതേപോലെ തന്നെ രാജ്യത്തെ തകർക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വിധ്വംസക പ്രവർത്തനങ്ങളുണ്ടോ, ഇതൊക്കെ നന്നായി ഏറ്റവും നല്ല രീതിയിൽ കളർഫുള്ളായി ജനങ്ങളിലേക്ക്, കൊച്ചുമക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ സംവിധാനം. ഇല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ കൊലപാതകങ്ങളും അതേപോലെ തന്നെ കവർച്ചകളും തോന്നിവാസങ്ങളും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗങ്ങളും നാടിന്റെ മൂല്യങ്ങളെ തകർക്കുന്നതിലും 90% പങ്ക് ഈ മാധ്യമത്തിനല്ലേ? ഇതിന്റെ പിന്നാലെയല്ലേ പല ആളുകളും ഉള്ളത്? അപ്പൊ നമ്മുടെ മക്കളെ അതിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് പറ്റണം. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇത് പിന്നെ ഈ നിലയ്ക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലക്ക് ജനങ്ങൾക്കിടയിൽ, മക്കൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. ഇത് ഈ പറയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടുന്ന് ലാഭം ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചാൽ പോരാ, കോടികളുടെ നഷ്ടം വേറെ ഉണ്ടാകുകയാണ്.